ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഷുഗർ, പ്രമേഹമുള്ള എത്ര ആളുകളുണ്ട്? ഒരുപാട് ആളുകൾ പ്രമേഹം എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന് അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചില ആളുകൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നിട്ട് അത് മൂർച്ഛിച്ച അവസ്ഥയിലെത്തിയതുണ്ട്. ഇപ്പോൾ പുതിയ കാലത്ത് ഭക്ഷണ രീതിയും ജീവിത രീതിയൊക്കെ മാറിയതുകൊണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഷുഗർ ഉള്ള ആളുകളാണ്. ഷുഗർ പേഷ്യൻസ് ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രമേഹ രോഗം മാറാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട്, മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. ഈ മെഡിസിൻസൊക്കെ കഴിക്കലോടുകൂടെ നിങ്ങൾ ചിലപ്പോൾ ഇൻസുലിൻ എടുക്കുന്നുണ്ടാകും, ഒരു ദിവസം തന്നെ 2-3 തവണ ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ടാകും. അതൊക്കെ ചെയ്യലോട് കൂടെ തന്നെ ഇതെല്ലാം ഷിഫയാക്കി തരുന്നത് റബ്ബാണല്ലോ. ചില ആളുകൾക്ക് പെട്ടെന്ന് മാറുന്നു, ചില ആളുകൾക്ക് മാറുന്നില്ല, മൂർച്ഛിച്ചു പോകുന്നു, ചില ആളുകളുടെ അവയവങ്ങൾ കട്ട് ചെയ്യേണ്ടി വരുന്നു. ഈ രൂപത്തിലൊക്കെ ഈ രോഗത്തിന് അടിമപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്, നല്ല ക്ഷീണമുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ഈ പറയുന്ന അമല് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി എല്ലാ ദിവസവും ഒന്ന് ചെയ്തു നോക്കൂ. ഇതൊരു ആത്മീയമായ വഴിയാണ്. ബിഇദ്നില്ലാഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗം ഷിഫയാക്കി തരും. അള്ളാഹു ഷിഫയാക്കാൻ കഴിയാത്ത ആളൊന്നുമല്ലല്ലോ. ഈ ഭൂമിയിൽ ഏത് രോഗങ്ങളുണ്ടോ അതിനുള്ള മെഡിസിൻസും അള്ളാഹുവാണ് നൽകുന്നത്, ഷിഫ. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല, അള്ളാഹു ഷിഫ നൽകുക എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇന്ന് മുതൽ ചെയ്തു നോക്കുക. തീർച്ചയായും അത് ഷിഫയാകും. ഇത് കേൾക്കുന്നവരിൽ ഒരുപാട് ആളുകൾ ഷുഗർ പേഷ്യൻസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ നേരിട്ട് ചോദിച്ച് ഷിഫ ചോദിക്കാനുള്ള ഒരു നല്ല അമലാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണം. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. അല്ലാതെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്ക് നോക്കാൻ ചിലപ്പോൾ സമയം കിട്ടലില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കും. താഴെ ലിങ്ക് ഉണ്ടാവും. ശനി ഞായർ ദിവസങ്ങൾ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഷുഗർ, ഈ പ്രമേഹ രോഗം എന്ന് പറയുന്നത് അത് രോഗി പോലും അറിയാതെ പതിയെ പതിയെ കടന്നു വരുന്നൊരു രോഗമാണ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് എന്നാണ് ഷുഗർ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ ഇന്നാലിന്ന ദിവസം അതുണ്ടായി എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് നമ്മുടെ എവിടെ താമസിക്കുന്നവരാണ്, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരാവട്ടെ, വലിയ വലിയ സിറ്റികളിൽ താമസിക്കുന്നവരാകട്ടെ, ഈ ഒരു രോഗികൾ എന്ന് പറഞ്ഞാൽ, പ്രമേഹ രോഗികൾ എന്ന് പറഞ്ഞാൽ നാൾക്ക് നാൾ അതിൻ്റെ ആളുകൾ കൂടി വരികയാണ്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ, മുതിർന്നവർ ചെറിയവർ എന്നുള്ള വ്യത്യാസമില്ലാതെ അത് ഓരോരുത്തരെയും ഇങ്ങനെ പിടിപെട്ടുകൊണ്ടേയിരിക്കണം. ശരിക്കും നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നും കാണില്ല. പക്ഷേ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാനുള്ള ഉന്മേഷം ഇല്ലാണ്ടിരിക്കുക, വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പുതിയ കാലത്ത് ഇതൊക്കെ വരുന്നത് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിതശൈലി, ഇങ്ങനെയുള്ള ചില ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചില കാരണങ്ങളെ കൊണ്ടാണ് വന്നിരുന്നത്. നമ്മൾ അമിതമായിട്ട് കൊഴുപ്പ് ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഈ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, മധുരം ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നന്നായിട്ട് വിപണിയിൽ ഇതിന്ന് കൂടുതൽ ലഭ്യമാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്നു, നമ്മളൊക്കെ കഴിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ഇത് വരുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ അവരവരുടെ ബോഡി നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്, കെയർ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പ്രശസ്തരായ ചില സെലിബ്രിറ്റീസൊക്കെ അവർ ചിലപ്പോൾ ഈ കേക്കിൻ്റെയും അതേപോലെ തന്നെ ഷുഗർ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ പരസ്യം ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. പക്ഷെ അവരുടെ ഇതൊക്കെ കഴിക്കണം, ഇതൊക്കെ നല്ല ഫുഡാണെന്ന് പറഞ്ഞാൽ അവർ പരസ്യം ചെയ്യും, ആഡ് കൊടുക്കും. പക്ഷെ അവരൊന്നും ഇത് സ്വന്തമായിട്ട് അവർ യൂസാക്കലില്ല. അവരൊക്കെ ഇതിൽ നിന്നും മാറി നിൽക്കലാണ്. ഇപ്പോൾ കുറേ ആളുകൾ ഷുഗർ കട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്താ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഷുഗർ ഒഴിവാക്കുക, പഞ്ചസാര ഒഴിവാക്കുക. അതവർക്ക് ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ടല്ല, പ്രമേഹ രോഗികളായതുകൊണ്ടല്ല. ഇപ്പം ഞാനൊക്കെ ഏകദേശം ഒരു വർഷമായി ഈ ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം എന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ പരമാവധി നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം.
ഷുഗർ കോണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനെ പോകും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താ, കുറേ നേട്ടങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ നല്ല ഉന്മേഷം കിട്ടുന്നു, എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നു. നമ്മളിപ്പോൾ ക്ലാസ് എടുക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ടൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിലെപ്പോഴും നമുക്ക് ഉന്മേഷമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നു. സ്കിന്നിനൊക്കെ നല്ല ഗ്ലോയിങ് ഒക്കെ വരും ഈ ഷുഗർ നമ്മൾ സ്ഥിരമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ. അതൊരു മാസം, ഒരു 1 മന്ത് നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി, അത് പ്രമേഹമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒന്ന് ഷുഗർ ഒന്ന് ഒഴിവാക്കി നോക്കാം. ഷുഗർ എന്ന് പറഞ്ഞാൽ കേവലം പഞ്ചസാര മാത്രമല്ല, ഈ ഷുഗർ ഉള്ളടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കി നോക്കൂ. ആ ഒരു 1 മന്ത് നമ്മൾ നല്ല ആക്റ്റീവായിട്ടും നല്ല ഉന്മേഷത്തോടെ നിൽക്കാനൊക്കെ കാരണമാകും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഈ ഷുഗറൊക്കെ ഈ പുതിയ കാലത്തൊക്കെ ചേർത്ത് നോക്കിയിട്ടോ കുറവായിരുന്നു. അതേപോലെ തന്നെ ആഘോഷങ്ങളും വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്, ഏത് സെലിബ്രേഷനും കേക്ക് കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ എത്ര ഷുഗറാണ് അതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അതൊക്കെ ഒരുപാട് കാലം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കേണ്ട ഷുഗറൊക്കെ വളരെ പെട്ടെന്ന് വരികയാണ്. അതാണ് ഇത്രയും പെട്ടെന്ന് രോഗികൾ ഉണ്ടാകുന്നത്. നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇത് കേൾക്കുന്ന ഷുഗർ പേഷ്യൻ്റായിട്ടുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത്, തീർച്ചയായും നമ്മുടെ ജീവിതശൈലി മാറ്റണം. ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കണം. അതേപോലെ തന്നെ ഞാനൊരു ആത്മീയമായ വഴി പറയുന്നുണ്ട്, അതിന് മുമ്പ് ഇതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു വർക്കൗട്ട്, എക്സസൈസ് ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടാവണം. ചുരുങ്ങിയതൊരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് നടക്കുകയോ, ഇപ്പോൾ ചെറിയ രൂപത്തിൽ ഓടാൻ കഴിയുന്ന അത് ചെയ്യുകയോ, ഏതെങ്കിലും രൂപത്തിലുള്ള എക്സസൈസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, വർക്കൗട്ട്. അത് ചെയ്യലോടുകൂടെ നമുക്കൊരു വിധം ഇത് നിയന്ത്രിക്കാൻ സാധിക്കും. ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അത് ഉമ്മമാരാണെങ്കിലും ഉപ്പമാരാണെങ്കിലും ഒക്കെ അത് ചെയ്തേ മതിയാകൂ. എന്നാലാണ് നമ്മൾ ഈ കഴിക്കുന്ന ഈ ഫാറ്റൊക്കെ അത് ബേൺ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കണം. കൂടുതൽ ഭക്ഷണം കഴിക്കാതെ കുറഞ്ഞ സമയം, ഒരുപാട് തവണകളായിട്ട് കഴിക്കാം. അത് കുറച്ച് രൂപത്തിൽ നമ്മുടെ വിശപ്പ് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് കഴിക്കുന്ന രൂപം ഉണ്ടാവും. അപ്പോൾ ഒരു 3 നേരം ഭക്ഷണം കഴിക്കുന്നത് 3 നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അതൊന്ന് ആ രീതി മാറ്റിയിട്ട് ഒരു 5-6 നേരം ഭക്ഷണം കഴിക്കുക. അത് വളരെ കുറച്ച് മാത്രം ഇങ്ങനെ കഴിച്ച് പോവുക. നല്ല നാരടങ്ങിയിട്ടുള്ള ആ രൂപത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. എന്തും വാരി കഴിക്കുന്ന രൂപത്തിൽ നിന്ന് മാറുക. ഇനി എപ്പോഴെങ്കിലുമൊക്കെ മധുരം ഷുഗർ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ നമ്മൾ വരാനിരിക്കുന്ന വിപത്തിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ബോധേഡായിക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഷുഗറിൻ്റെ ഒരു അളവ് ഇത്രയാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ വിരൽ കട്ട് ചെയ്യേണ്ടി വരും, എനിക്കെൻ്റെ അവയവങ്ങളെ കട്ട് ചെയ്യേണ്ടി വരും എന്ന ആ ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ ബോഡി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളടക്കം എനിക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴും വർക്കൗട്ടിന് നമ്മളൊക്കെ സമയം മാറ്റി വെക്കാറുണ്ട്. ഒരു 3 കിലോമീറ്റർ റൺ ചെയ്യാൻ, ഒരു 4 കിലോമീറ്റർ ഓടാൻ, 2 കിലോമീറ്റർ ഓടാൻ, അതിന് സമയം കിട്ടുമ്പോൾ ആഴ്ചയിലൊരു 3-4 ദിവസമൊക്കെ നമ്മളത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയുള്ള നേട്ടം എന്താ വെച്ചാൽ, ഇതിനർത്ഥം ഇപ്പം എനിക്ക് നാളെ രോഗങ്ങളൊന്നും വരില്ല എന്നല്ല. രോഗങ്ങൾ വരുന്നെരുതിയിട്ട് നമ്മൾ വരില്ല എന്നല്ല. നമ്മൾക്ക് രോഗങ്ങളൊക്കെ വരും, പക്ഷെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. രോഗങ്ങൾ വരാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും നോക്കുക. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു കാഷ്വാലിറ്റിയിൽ പോയി നിന്നാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നിന്നാൽ മതി. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഈ വിഷയത്തിന്, പ്രമേഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമല് ഇൻഷാ അല്ലാഹ് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം, അതിലേക്ക് സൂറത്തു യാസീനിലെ ഈ പറയുന്ന ആയത്തുകൾ നിങ്ങൾ നോക്കുക. സൂറത്തു യാസീനിലെ വളറബ ലനാ മസലൻ വനസിയ ഖൽഖ, വളറബ ലനാ മസലൻ വനസിയ ഖൽഖ, ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഖുൽ യുഹ്യീഹ അല്ലദീ അൻശാഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, അവലൈസ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം,
ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. സൂറത്ത് യാസീനിലെ 78, 79, 80, 81, 82, 83 ആയത്തുകൾ. ഈ ആയത്തുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു തെറ്റ് വരാനുള്ളൊരു സാധ്യതയുള്ളൊരു സ്ഥലമുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. വളറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഇനിയൊരു യുഹ്യി വരുന്നുണ്ട്. നിങ്ങളത് ശരിയാക്കി ഓതാറുണ്ടോ എന്നുള്ളത് പറയണേ. അപ്പോൾ ആദ്യത്തെ യുഹ്യീൻ്റെ അവിടെ നീട്ടാനില്ല, ചില കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ യുഹ്യീൻ്റെ അവിടെ നീട്ടാനുണ്ട്, നേരത്തെ പറഞ്ഞ കാരണങ്ങളില്ലാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാവരും ഓതുന്ന രൂപം എങ്ങനെയാ വെച്ചാൽ വളറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യീഹല്ലദീ എന്ന ഓതുക. ശരിക്ക് ഖുൽ യുഹ്യീഹല്ലദീ എന്നല്ല, ഖുൽ യുഹ്യീഹല്ലദീ എന്നാണ് ഓതേണ്ടത്. അവിടെ നീട്ടിയിട്ടാണ് ഓതേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ നീട്ടാതെ ഓതുന്നു? മുമ്പൊരു യുഹ്യി കഴിഞ്ഞപ്പോൾ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യീഹല്ലദീ എന്ന് പറഞ്ഞ് അങ്ങനെ ഓതും. ശരിക്ക് ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യീഹല്ലദീ ഖുൽ യുഹ്യീഹല്ലദീ ഖുൽ യുഹ്യീഹല്ലദീ അങ്ങനെ നീട്ടി ഓതാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഓതിയിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് സൂറത്തുൽ ഫാത്തിഹ 7 തവണ, സൂറത്തു യാസീനിലെ ഈ പറയുന്ന 6 ആയത്തുകൾ അത് 7 തവണ ഓതിയിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക. അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഗ്ലാസ് ബിസ്മി ചൊല്ലിയിട്ട് കുടിക്കുക. എല്ലാ ഷർത്തുകളും പാലിക്കുക. ബിസ്മി ചൊല്ലി ഖിബ്ലക്ക് മുന്നിട്ട് ഇരുന്ന് 3 മുറുക്കാക്കി കുടിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞ് അങ്ങനെ എല്ലാ സുന്നത്തുകളും പാലിച്ച് കുടിക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, അന്നേ ദിവസം നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ അത് ഉപയോഗിച്ച് കുടിക്കാം. ഇനി ഈ പറഞ്ഞ ഈ അളവ് നമുക്ക് എത്രയാണ് ഒരു ദിവസം കുടിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുടിക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു മനസ്സിലായല്ലോ. നമ്മുടെ ആരോഗ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ദുനിയാവിലേക്ക് നമ്മെ അള്ളാഹു പടച്ചു പറഞ്ഞയച്ചത് എന്തിനാ? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ ആ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ആഫിയത്ത് വേണം. എന്നാലാണ് നമുക്ക് പൂർണ്ണമായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ക്ഷീണം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റില്ല. ക്ഷീണം ഉണ്ടെങ്കിൽ സുബഹിക്ക് കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കാൻ കഴിയില്ല. രാത്രി ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. സുബഹി പോട്ടെ, നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് ഉണരാൻ കഴിയണമെങ്കിൽ ആഫിയത്ത് വേണം, ആരോഗ്യം വേണം. ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ മതിയാകും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളതാണ്. ഞാനൊക്കെ കാലിസ്തനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ബോഡി വെയ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കൗട്ടിൻ്റെ രൂപമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാണ്. ഈ രൂപത്തിലല്ല ഇതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ പറയേണ്ടത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ബോഡി സ്ട്രോങ് ആകുന്നു, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു, ചെയ്യുമ്പോൾ ക്ഷീണം ഉണ്ടാവാതിരിക്കുന്നു, നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചുരുങ്ങിയത് നമ്മൾ ഈ കാർഡിയോ എക്സസൈസൊക്കെ നല്ലോണം ചെയ്യണം. നമ്മുടെ ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവാനും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാൽ അറ്റാക്ക് പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നമുക്ക് കാവൽ കിട്ടും. അപ്പോൾ ഇത് പറയുമ്പോൾ നാളെ അറ്റാക്ക് വന്നാൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണെന്നിട്ടും അറ്റാക്ക് വന്നില്ലേ എന്ന് പറയും. ഇതിനർത്ഥം നാളെ ഞാൻ നേരത്തെ ഒരു വട്ടം പറഞ്ഞതാണ്, നാളെ രോഗങ്ങൾ വരില്ല എന്നുള്ള. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട, അള്ളാഹ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല എന്നല്ല. ശ്രദ്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അവർക്ക് അറിവുള്ളത് കൊണ്ടാണല്ലോ. അവർ പറയുന്നു രാവിലെ ഒരു 20 മിനിറ്റ് നിങ്ങൾ നടക്കണം എന്ന് പറയുന്നു. നടക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ ബോഡിയിൽ എവിടെയോ വീക്കായ ചില കാര്യങ്ങൾ അത് സ്ട്രോങ് ആവണമെങ്കിൽ ആ എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളൊരു രോഗം എത്തിയിട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഷുഗർ, അതേപോലെ മൈദ ഉൾപ്പെടെയുള്ള ഈ എണ്ണയിൽ വറുത്ത ഇത്തരം സംഭവങ്ങളൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. നല്ല ആക്റ്റീവ് ആകാൻ പറ്റുന്നു, സ്മാർട്ട്നെസ് കിട്ടുന്നു, ഉന്മേഷത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ചായ കുടിക്കാൻ തരുമ്പോൾ ചായയിൽ ഷുഗർ ഉണ്ടാകും. ഒരു ജ്യൂസ് കുടിക്കാനുള്ള അവസരം വരുമ്പോൾ കുടിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരു കേക്ക് ആരെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല.
അതൊന്ന് സ്കിപ്പ് ചെയ്യലോടുകൂടെ നമുക്ക് നല്ല നേട്ടങ്ങളുണ്ട്, നമ്മുടെ ബോഡിയിൽ നല്ല മാറ്റങ്ങൾ വരും. കുറഞ്ഞ സമയം ഒന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ഇതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. നമ്മളെല്ലാവരും ഫ്രണ്ട്സിനോട് കൂടെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്യുവറായിട്ട് അടിക്കുന്ന ശരിക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ജ്യൂസ് ഉണ്ടാവും, അത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. നമ്മൾ ഭക്ഷണത്തിൻ്റെ നമ്മുടെ പ്ലേറ്റ് ഒന്ന് നിയന്ത്രിച്ചാൽ മതി. പ്ലേറ്റ് ശരിക്കും പറഞ്ഞാൽ അതിൽ കുറഞ്ഞ ഭക്ഷണം, റൈസ് വളരെ കുറവ്, ചോറൊക്കെ വളരെ കുറച്ചിട്ടിട്ട് അതിലേക്ക് കൂട്ടാനുള്ള ബാക്കിയുള്ള കൂട്ടാനുകളൊക്കെ കുറച്ച് കൂടുതലിടാം. അപ്പോൾ അത് നമുക്കതിൻ്റെ പ്രോട്ടീനും അതിൻ്റെ ഫൈബറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ കുറേ ആളുകൾ ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഷുഗർ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നിയന്ത്രിക്കാനും കുറേ ആളുകൾ അതിനൊക്കെ അഡ്വൈസ് കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് പരമാവധി ശ്രമിക്കുക, ഈ കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഷുഗർ രോഗികളൊക്കെ ദുആ വസിയത്തുകളൊക്കെ താഴെ എഴുതി അറിയിക്കുക. ഷുഗറിൻ്റെ അളവൊക്കെ വല്ലാണ്ട് കൂടിയ പ്രശ്നമാണ്, നിയന്ത്രിക്കുക, ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. ഞാൻ ഡോക്ടറെ കാണിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറിക്കരുത്, ഒക്കെ കാണിക്കുക, കാണിച്ചിട്ട് മെഡിസിൻസ് എടുക്കുക, എന്നാലൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കുറേ കാലം ജീവിച്ചാലല്ലേ നമുക്ക് അള്ളാഹുവിന് ആഫിയത്തോടു കൂടെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.